പ്രവാസികളെ പിഴിയുന്ന വിമാന കമ്പനികളുടെയും സർക്കാരിന്റെയും നയങ്ങൾക്കെതിരെ പ്രവാസ ലോകത്ത് കനത്ത പ്രതിഷേധമാണ് ഉയർന്നത്. പ്രവാസികളാണ് നാടിന്റെ നട്ടെല്ലെന്ന് വാതോരാതെ പറയുന്നവർ കൈയൊഴിയുന്ന കാഴ്ച പറഞ്ഞ് പ്രവാസികൾക്കും മടുത്തു. ഇനിയും ഈ കഴുത്തർപ്പൻ നയങ്ങൾ മാറ്റിയില്ലെങ്കിൽ പ്രവാസികൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നതാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിമാന സർവീസ് ആരംഭിച്ചിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണം കൂടിയതോടെയാണ് UAE-യിലേക്കുള്ള വിമാന ടിക്കറ്റിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ നിന്ന് 40,000 രൂപയ്ക്ക് മുകളിലാണ് വിമാന ടിക്കറ്റ് നിരക്ക്, ചില സമയങ്ങളിൽ 30,000 രൂപയ്ക്ക് മുകളിലും. അടുത്ത മാസം കുറയുമെന്ന് പ്രതീക്ഷിച്ച പ്രവാസികൾക്കും തെറ്റി. ദുബായ് എക്സ്പോയും T20 മത്സരങ്ങളും കാരണം ഒരു 3 മാസത്തേക്ക് ഈ നിരക്ക് തന്നെ പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് ട്രാവൽ ഏജൻസിയിലുള്ളവർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള വിമാന കമ്പനികളുടെ ചൂഷണത്തിനെതിരെ പ്രവാസ ലോകത്ത് വ്യാപകമായ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങൾ മാസങ്ങളോളം ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. നാട്ടിലേക്ക് അവധിക്കായി മടങ്ങിയ മലയാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് പ്രവാസികൾക്ക് യാത്രാവിലക്ക് മൂലം ഗൾഫിലേക്ക് മടങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യയിൽ കോവിഡിന്റെ ഡെൽറ്റ വകഭേദം കണ്ടെത്തിയതാണ് കനത്ത തിരിച്ചടിയായി മാറിയത്. എന്നാൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയുണ്ടായി. കഴിഞ്ഞ മാസം തന്നെ UAE-യിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചിരുന്നു. മാസങ്ങളോളം നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾ ഗൾഫിലേക്ക് തിരികെ എത്താൻ തയ്യാറാകുമ്പോഴാണ് വിമാന കമ്പനികൾ പ്രവാസികളെ ചൂഷണം ചെയ്യുന്നത്. ഒരു വശത്ത് വിമാന കമ്പനികളും മറുവശത്ത് സർക്കാരുമാണ് ഇങ്ങനെ പ്രവാസികളെ ചൂഷണം ചെയ്തു വരുന്നത്. ദുബായ് എക്സ്പോ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എക്സ്പോയിൽ പങ്കെടുക്കാനുള്ളവരുടെ തിരക്കും വർദ്ധിച്ചിരിക്കുന്നു. ഈ സാഹചര്യം കൂടി മുതലെടുത്താണ് വിമാന കമ്പനികൾ ഭീമമായ തോതിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് വിമാന ടിക്കറ്റിനായി 40,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. കോവിഡ് കാരണം സാമ്പത്തികമായ പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ് ഈ ടിക്കറ്റ് നിരക്ക് എന്നത്. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ വിമാന കമ്പനികളും മത്സരിച്ചാണ് പ്രവാസികളെ പിഴിയുന്നത്. കൊറോണ വ്യാപനം മൂലം മാസങ്ങളോളം ശമ്പളമില്ലാതെ നാട്ടിൽ കഴിഞ്ഞിരുന്ന പ്രവാസികളെ അങ്ങേയറ്റം പ്രയാസത്തിലാക്കുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് പ്രവാസി സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.